ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ സ്വന്തം ചമ്മന്തിയുമായിട്ടാണ്. വെറും ചമ്മന്തിയല്ല, സ്പെഷ്യൽ മുളക് ചമ്മന്തി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. അത് കുറച്ച് കൂടുതൽ ഒഴിച്ചോ ടേസ്റ്റ് അത്രയും കൂടും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിലേക്ക് ഞാൻ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വറ്റൽ മുളക് ഇതൊരു 30 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നല്ല ചൂടായ വെളിച്ചെണ്ണയാണെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ മുളക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഈ ഒരു ബൗളിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുക്കുക, അത് നന്നായിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് ഇനി നമ്മുടെ അടുത്ത പരിപാടികളുള്ളത്. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ പൊടിക്കൈ പോലെ എങ്ങനെയാണെന്ന് വെച്ച് ചേർക്കാം. ഒരുപാട് ആകരുത്, ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ശരിക്കും കൊതി തോന്നും. അത് എന്നിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കണം. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കിയത് മാത്രമാണ് ഹൈ ഫ്ലെയിം. ബാക്കി എല്ലാം ഞാൻ വഴറ്റിയെടുത്തത് ലോ ഫ്ലെയിമിലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എല്ലാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സീഡ്ലെസ് ആണ്, കുരു ഇല്ലാത്തതാണ്. ഇത് കുരു ഉള്ളതാണെങ്കിൽ കുരു കളഞ്ഞെടുത്ത് വെക്കണം. അതിൻ്റെ ആവശ്യത്തിന് ഞാനൊന്ന് പിച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിയുമ്പം അതിൻ്റെ സ്മെല്ലും എല്ലാ ഫ്ലേവറൊക്കെ നന്നായിട്ടങ്ങ് ഇതിൽ കൂട്ടിലേക്ക് അങ്ങ് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് മൊത്തം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് ചെറിയൊരു ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ചീനച്ചട്ടി പഴുത്തിരിക്കുവാണെങ്കിൽ അതിൽ തന്നെ ഇട്ട് വെക്കരുത്. അപ്പോൾ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കണമെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ജാറിലേക്ക് മാറ്റാം. ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ആദ്യം വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ അത് അരയാൻ ഇത്തിരി പാടാണ്, പൊങ്ങിക്കിടക്കും. അതിൻ്റെ പുറത്തേക്ക് ഉള്ളി ഇട്ടിട്ട് അത് ആണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെളിച്ചെണ്ണ എല്ലാം മൊത്തം തൂത്തിടുക. നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഈ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചോ അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആ തേങ്ങയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ മുളക് അരയാൻ ഇത്തിരി പാടായിരിക്കും. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം തന്നെ വായിൽ നമുക്ക് വെള്ളം വരൂട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ് ഇത് ജാറ് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ആ ഉള്ളിയും വറ്റൽമുളകും പുളിയും എല്ലാം കൂടെ ആ വെളിച്ചെണ്ണ കിടന്ന് മുരിഞ്ഞത് അരച്ചെടുക്കുമ്പോൾ തന്നെ ആ മിക്സി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്, നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ട്രഡീഷണലായിട്ട് നമുക്ക് ചമ്മന്തി റെഡിയാണ്. ചോറിൻ്റെ ഒപ്പവും ദോശയ്ക്കൊപ്പമൊക്കെ ഇത് കഴിക്കാൻ സൂപ്പറാണ്. ഇത് പിന്നെ വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു 4-5 ദിവസം വരെ പുറത്തിരിക്കും. ഫ്രിഡ്ജിലോ പുറത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. മലയാളികൾക്ക് സ്വന്തം റെസിപ്പിയാണ് ഈ ചമ്മന്തി. ഏത് ചമ്മന്തി ആണെങ്കിലും എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.